ഓവർടേക്ക് ചെയ്തു. അവിടെ വണ്ടി സ്കിഡായി തെന്നി വന്ന് ആ സ്കോർപിയോ വണ്ടിയെ ഇടിച്ചു. ഇപ്പം മുന്നിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഓവർടേക്കിംഗ് ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടുണ്ടായ 2 അപകടങ്ങളെക്കുറിച്ചും എങ്ങനെ ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ചില റൂൾസ് ഉണ്ട്. വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്ക് ഈ റൂൾസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. എല്ലാവരുടെയും ഒരു ചിന്ത, ഒരു വളവിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഒരു ജംഗ്ഷനിൽ തിരക്കുള്ള റോഡിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യരുത്, ഇതാണ് നോർമൽ ആയിട്ടുള്ളൊരു എല്ലാവരുടെയും ചിന്ത. എന്നാൽ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടും ശരിയായ രീതിയിലുള്ള ഓവർടേക്കിംഗ് ചെയ്യേണ്ടത്? അതിനു മുന്നേ ഞാനൊരു 2 അപകടങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കാണിച്ചു തരുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കൃത്യമായിട്ടും ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നോർമൽ ഉണ്ടാകും. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ അപകടം നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം എങ്ങനെ ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യാമെന്നുള്ളത് വണ്ടി ഓടിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ആൾട്ടോ കേട്ടൺ പോകുന്നു, ഒരു മാരുതി 800 പോകുന്നു. മാരുതി 800-നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് വന്ന സ്കോർപിയോയിൽ വന്ന് ആ വണ്ടി ഇടിക്കുന്നു. ഇതേ അതിൻ്റെ മറ്റൊരു വിഷ്വല്. റോഡിൽ വെള്ളമയമുണ്ട്, നിങ്ങൾ നോക്കുക. പാസ് ലൈറ്റ് ഇട്ടാണ് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആ മാരുതി 800-നെ ഓവർടേക്ക് ചെയ്തു. അവിടെ വണ്ടി സ്കിഡായി തെന്നി വന്ന് ആ സ്കോർപിയോ വണ്ടിയെ ഇടിച്ചു. കണ്ടോ? ഇതൊരു വിഷ്വല്. നിങ്ങളിതൊന്ന് അതിന് അടുത്ത ഒരെണ്ണം കൂടെ കാണുക. ഇത് അശ്രദ്ധമായിട്ടുള്ള ഓവർടേക്കിംഗ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇത് ഡാഷ് ക്യാം ആണ്. ഡാഷ് ക്യാം വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വിഷ്വലിൽ വലിയ വീതി കൂടിയ ഒരു റോഡല്ല, ആവറേജ് സാധാരണ ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു റോഡിൽ ഇവിടെ ഇപ്പോൾ മുന്നിലായിട്ടൊരു വളവ്, ആ വളവ് തിരിഞ്ഞ് വണ്ടി മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ റോഡിന് കുറച്ച് വീതി കുറയുകയാണ്. ഈ ഫ്രണ്ടിലായിട്ടൊരു ബൈക്ക് നിൽപ്പുണ്ട്. ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു അൾട്രോസ് ആണ് വരുന്നത്. അൾട്രോസ് വരുന്നു. ഓപ്പോസിറ്റ് ഒരു സ്കൂട്ടിയെ ഓവർടേക്ക് ചെയ്ത് വണ്ടി കയറുന്നു അൾട്രോസ്. ഓക്കെ, വണ്ടിയുടെ സൈഡ് അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ സ്കൂട്ടറുകാരനെയോ അല്ലെങ്കിൽ ഈ വണ്ടിയോ തട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ 2 ഓവർടേക്കിങ്ങും നിങ്ങൾ കണ്ടല്ലോ. ഈ 2 ഓവർടേക്കിങ്ങും റോങ് ആയിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോങ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തെ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. കൃത്യതയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ 1-2 റൂൾസ് ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ബിഗിനറും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റ് പറയാം. 1, നമുക്ക് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം ഉണ്ടാകണം. പക്ഷെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വളവിൽ, അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ, തിരക്കുള്ള റോഡുകളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇടുങ്ങിയ റോഡുകൾ, പാലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഡ്രൈവറിന് ചെറിയൊരു പോയിന്റ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എപ്പോഴും ഇങ്ങനെ മൈൻഡ് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ആ ഒരു മൈൻഡിനെ നമ്മൾ കാമാക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഇനി 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ സിഗ്നലാണ്. അത് റൂൾസ് ആണ്. റൂൾസ് നമുക്ക് സ്റ്റേറ്റ് ഹൈവേയിലും നാഷണൽ ഹൈവേയിലും ഒക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റൂൾസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ റൂൾസ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. പല ആൾക്കാർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും അത് ശരിയാണോ എന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ സിഗ്നൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, സ്റ്റേറ്റ് ഹൈവേയിൽ, നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടി വരും, നമ്മൾ വണ്ടിയായിട്ട് മുന്നോട്ട് പോകുന്നു. മുന്നിൽ പോകുന്ന ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിഗ്നൽ 1 ഹോൺ അടിച്ചു കൊടുക്കുക. പകലാണെങ്കിൽ. രാത്രി സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഒപ്പം തന്നെ നമ്മൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലൈനിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിലെ ലൈനിൽ നിന്ന് റൈറ്റ് സൈഡിലെ ലൈനിലേക്ക് നമ്മുടെ വണ്ടി മാറുമ്പോൾ പുറകിലുള്ള വാഹനത്തിന് നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ ഇട്ട് ഹോൺ അടിച്ച് റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വരിക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം നമ്മൾ ട്രാക്കിലേക്ക് വരാൻ, വളവില്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഇട്ട് ആക്സിലറേഷൻ കൊടുത്ത്
കോൺഫിഡൻറ്റോടെ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുക. ഒപ്പം തന്നെ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മളൊരു 4th ഗിയറിൽ പോകുന്നു, മുന്നിൽ പോകുന്നൊരു വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ 4th ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം സ്പീഡ് നമുക്ക് കയറത്തില്ല. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ആവശ്യമാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു സ്പീഡ്, മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ടുള്ള സ്പീഡ് ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് പെട്ടെന്ന് 3rd ഗിയറിലേക്ക് ഇട്ടിട്ട്, 4th പോകുന്നതെങ്കിൽ 3rd ഇട്ടിട്ട് കാല് കൊടുക്കുക. കൊടുക്കുമ്പോൾ വണ്ടിയുടെ മൂവ്മെന്റ്സ് കുറെ കൂടെ കൂടും. കാരണം ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഹയർ RPMയിലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ കുറെ കൂടെ സ്പീഡ് കൂടി നമുക്ക് ആ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് സേഫർ ഡിസ്റ്റൻസ് ആണ്. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്നവരൊന്ന് മനസ്സിലാക്കുക. എന്താണ് സേഫർ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇപ്പം നമ്മളൊരു വണ്ടിയായിട്ട് പോകുന്നു, നമ്മുടെ വണ്ടി ഇതേ തൊട്ട് പുറകെ പോവുകയാണ്, മുന്നിലൊരു വണ്ടി പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മൾ ഈ മുന്നിൽ പോകുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കി, ഇങ്ങനെ മുന്നിലൊരു വണ്ടി പോകുന്നു, ഈ വണ്ടിയെ ഞാൻ ഓവർടേക്ക് ചെയ്യുകയാണ്. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ മുന്നിൽ പോകുന്ന വണ്ടിയുമായിട്ട് നമുക്കൊരു സേഫർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും അടുത്ത് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞല്ല പോകേണ്ടത്. പല ബൈക്കുകാരും ചെയ്യുന്നതാണ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു സേഫർ ഡിസ്റ്റൻസ് ഇടുക. ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടിക്ക് ഒന്ന് ഹോൺ അടിച്ച് കൊടുക്കുന്നു. അപ്പോൾ അവരെ നമുക്ക് കയറി പോകാനായിട്ടുള്ള അനുവാദം തരുമ്പോൾ ആ വണ്ടി സൈഡിലേക്ക് ഒതുക്കി തരും. അപ്പോൾ സ്പീഡ് ഓൾറെഡി അവർ കുറയ്ക്കും. ആ സമയത്ത് നമ്മൾ 4th പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 3rd ഗിയറിലേക്ക് ഇടുക. സേഫർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ റോഡിൻ്റെ റൈറ്റ് ട്രാക്കിലേക്ക് വരുന്നു. ഓപ്പോസിറ്റ് വണ്ടിയില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അപ്പോൾ ഇവിടെ തിരിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറുകയാണ്. ഇങ്ങനെ കയറി ഈ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുമായിട്ട് നമ്മൾ ഇങ്ങനെ അടുത്ത് പോകാൻ പാടില്ല. ഒരു സേഫർ ഡിസ്റ്റൻസ് ഇട്ട് കയറി ഈ പോകുന്ന വണ്ടി, അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയെ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ട് കുറെ കൂടെ നമ്മുടെ വണ്ടി മുന്നിലോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കയറുക. ഇതാണ് ശരിയായ രീതിയിലുള്ള ഒരു ഓവർടേക്കിംഗ് മെത്തേഡ്. അപ്പോൾ സേഫ് ഡിസ്റ്റൻസ് ഈ രീതിയിൽ നിങ്ങൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൈഡ് മിറർ. ഈ 5 കാര്യങ്ങളെ നിങ്ങൾ ഒരേപോലെ ഒറ്റ പോയിന്റ് ആയിട്ട് തന്നെ കാണുക. ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം വൃത്തിയുള്ള ഒരു റോഡിലാണ്. ഇതൊരു സ്റ്റേറ്റ് ഹൈവേയോ നാഷണൽ ഹൈവേയോ ഒന്നും അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളെ ആയിട്ടൊന്ന് പങ്കുവെക്കാം. ഇപ്പം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കയറുന്നു. ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ഇത്തരത്തിലുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നമ്മൾ റൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക്, ഇപ്പം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ തിരിയാൻ പോകുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഓവർടേക്കിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ചിന്തയിൽ വരുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2nd ഗിയർ കൊടുക്കുന്നു, 3rd ഇടുന്നു. ഇപ്പോൾ 3rd ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. വീണ്ടും ഞാനിത് 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പം മുന്നിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് 3rd ഗിയറിലേക്ക് ഇടുന്നു, ഹോൺ അടിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിത് ആക്സിലറേഷൻ കൊടുത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പം സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ 3rd ഇങ്ങനെ പോവാണ്. വീണ്ടും ഞാൻ ജസ്റ്റ് 4th ഇടുന്നു. ഓക്കെ, ചെറിയൊരു തിരിവാണ്, നമുക്ക് 4th പോകാൻ പറ്റുന്ന ഒരു തിരിവേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. ഇത്തരത്തിലുള്ള വളവുകളിൽ നമ്മൾ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി, സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ ഒരു നിശ്ചിത സ്പേസിൽ വണ്ടി കണ്ടാലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാം. ഓവർടേക്ക് ചെയ്യുമ്പോൾ കോൺഫിഡൻറ്റോടെ കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാനിത് ഇങ്ങനെ 4th പോവുകയാണ്. ഓക്കെ, ഇപ്പം മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്. ഇവിടെ ഒരു വളവാണ്. ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും കഴിയില്ല, കാരണം ചെറിയൊരു വളവുണ്ട്. അപ്പോൾ ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഇടുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടിയുണ്ട്, നമുക്ക് കയറാനായിട്ട് കഴിയത്തില്ല. പക്ഷേങ്കിൽ ഇവിടെ ഈ ബസ് ഇവിടെ നിർത്തി. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചവിട്ടി നിർത്തുക. ഒരു കാരണവശാലും കയറി പോകാനായിട്ട് ശ്രമിക്കരുത്, അപകടങ്ങൾ ഉണ്ടാകും. ഓക്കെ, ചവിട്ടി നിർത്തുന്നു, 2nd ഷിഫ്റ്റ് ചെയ്യുന്നു, 2nd ഗിയറിൽ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കയറി പോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, ഇവിടെ മുന്നിലായിട്ട് വളവാണ്. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിക്കും കയറിപ്പോ എന്ന്. കാരണം സ്പേസ് ചെറിയത് കിട്ടിയാൽ കയറി പോകാനായിട്ട് ഡ്രൈവർമാർക്ക് എപ്പോഴും ഒരു ചിന്തയാണ് വരുന്നത്, ഒരു കാരണവശാലും കയറരുത്. ഇപ്പോൾ ഇത് വീണ്ടും 3rd ഗിയറിൽ തന്നെ പോകുന്നു. ചെറിയൊരു വളവാണ്. നമ്മളിത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മുടെ വണ്ടിയുമായിട്ട് ഇങ്ങനെ
സേഫായിട്ട് ചേർന്നാണ് പോകുന്നത്. ഓക്കെ, വീണ്ടും ഇതേ ഇവിടെ മുന്നിലായിട്ട് വളവ്, ഇവിടെ ഒന്നും കയറരുത്, മുന്നിലൊരു ബസ്സാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് തന്നെ പോകുന്നു. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കയറാനായിട്ടുള്ള സ്പേസുകൾ കുറവാണ്, കാരണം നമ്മളിവിടെ തിരക്കുള്ള ഒരു ട്രാഫിക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ വളരെ ശാന്തതയോടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, കോൺഫിഡൻറ്റോടെ ഓവർടേക്ക് ചെയ്യുക. 2, പ്രോപ്പർ സിഗ്നലുകൾ കൊടുക്കുക. 3, ട്രാഫിക് റൂൾസ് കൃത്യമായിട്ടും പാലിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം, കാരണം ഇവിടെ വണ്ടി നിർത്തി, ഞാൻ ഹോൺ അടിക്കുന്നു, മറ്റ് വണ്ടികളില്ല, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കയറുന്നു, ഇവിടുന്ന് വണ്ടികളില്ല, നമ്മളതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് പ്രോപ്പർ സിഗ്നൽ ഇടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.